നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വരുന്ന കുട്ടികൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട്സും സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു ചാനലാണ് ഗിരീഷ് ഫിസിക്സ്. ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രി, മാത്സും, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷും എല്ലാം ഉണ്ട്. അന്നേരം ആദ്യമേ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്തായാലും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്ന എഡ്യൂക്കേഷൻ ചാനലാണ് ഗിരീഷ് ഫിസിക്സ്. അന്നേരം +1 മാർക്കിൻ്റെ ഫിസിക്സിൻ്റെ വെയിറ്റേജ്, ചാപ്റ്റർ വെയിറ്റേജ് ഏകദേശം കറക്റ്റ് വെയിറ്റേജ് ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നാൽ പോലും ഏകദേശം ഒരു വെയിറ്റേജ്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ഒരു പേജുള്ള ഒരു ഒറ്റ പേജോ അല്ലെങ്കിൽ 2 പേജുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് അവർ ഡിലീറ്റ് ചെയ്തു. അതേ ഉള്ളൂ ഡിലീറ്റഡ്. പുറത്തേക്ക് അത് മാത്രമേ ഉള്ളൂ ഡിലീറ്റഡ്. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. ഡയമെൻഷനൊക്കെ പഠിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ഒരു 6 മുതൽ 7 മാർക്ക് വരെ ചോദിക്കാം. മാക്സിമം ഒരു 6 മുതൽ 7 മാർക്ക് വരെ മാക്സിമം. 6 മാർക്ക് കൂട്ടിയാൽ മതി. 7 മാർക്ക് അങ്ങ് മാക്സിമം ആണ്. 6 മാർക്കിൻ്റെ ചോദിക്കത്തുള്ളൂ. രണ്ടാമത്തത് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ മോഷൻ 1 ഡയമെൻഷൻ. ഇതേപോലെ 5-6 മാർക്ക് വരെ 7 മാർക്ക് വരെ 6 മാർക്ക് ആദ്യത്തെ ചാപ്റ്റർ, 7 മാർക്ക് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ. തേർഡ് ചാപ്റ്റർ മോഷൻ എ പ്ലെയിൻ. മോഷൻ എ പ്ലെയിനും 7 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഫോർത്ത് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ലോസിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് പഠിക്കുന്ന വേറൊരു ക്ലാസ്സിലും ഇല്ല. അത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന ഡെപ്തുള്ളൊരു ചാപ്റ്ററാണ്. അതിനകത്തൊരു 9 മാർക്ക് വരെ വെയിറ്റ് ഉള്ള ഏറ്റവും നല്ല വെയിറ്റ് 9-10 മാർക്ക് വരെ വെയിറ്റ് ഉള്ളൊരു ചാപ്റ്ററാണ്. അന്നേരം നിങ്ങൾ ആലോചിക്കണം, മാർക്ക് 60 ചോയ്സ് ഉൾപ്പെടെ 10-84 അതിൽ നിന്നാണ് മാഷി പറയുന്നത്. 84 മാർക്കിൽ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. 5ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവർ ആണ്. വർക്ക് എനർജി പവർ ഇതുപോലൊരു 7 മാർക്കൊക്കെയാണ് ശരാശരി വരുന്നത്. അടുത്തത് 6 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ്. അത് ഈ പറഞ്ഞ പോലെ 8 മാർക്ക് 7 മാർക്ക് ആ റേഞ്ചിൽ നിൽക്കുന്നതാണ്. അടുത്തത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ അത്യാവശ്യം നല്ല ചാപ്റ്ററാണ്. 10 മാർക്ക് വരെ വെയിറ്റേജ് ഉള്ളൊരു നല്ല ഗംഭീര ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അടുത്തത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ആകെ ചെറിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മാക്സിമം 2 അല്ലെങ്കിൽ 3 മാർക്ക് അത്രയേ ഉള്ളൂ വെയിറ്റേജ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് വെയിറ്റേജ് കൂടുതൽ വലിയ ചാപ്റ്ററാണ്. അതിനനുസരിച്ച് വെയിറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു 9 മാർക്ക് വരെയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ 3 തെർമോഡൈനാമിക്സിൻ്റെ 3 തെർമൽ പ്രോപ്പർട്ടീസ്, കൈനറ്റിക് തിയറി, ഇതിൽ നിന്നെല്ലാം 2-3 മാർക്കിൻ്റെ വെയിറ്റേജ് ഒരു 3 ചാപ്റ്റർ ഉണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ്, കൈനറ്റിക് തിയറി, ഇങ്ങനെ 3 ചാപ്റ്റർ ഉണ്ട്. തെർമോഡൈനാമിക്സ്, അങ്ങനെ ആ 3 ചാപ്റ്ററിൽ ഈ 2 മാർക്ക് വെയിറ്റേജ് കൂട്ടിയാൽ മതി. 3 ചാപ്റ്റർ. പിന്നെ ലാസ്റ്റിൽ ഓസിലേഷൻസും വേവ്സും 4 മുതൽ 5 മാർക്ക് വരെ ഈ 2 ചാപ്റ്റർ. ഓസിലേഷൻസിൽ നിന്ന് 4 മുതൽ 5 മാർക്കും വേവ്സിൽ നിന്ന് ഒരു 4 മുതൽ 5 മാർക്കും മാക്സിമം വെയിറ്റേജ്. എന്നിട്ട് നമുക്ക് ഏകദേശം ഈ ചാപ്റ്റേഴ്സ് ഇത്രയൊക്കെ ഉണ്ട് പഠിക്കാൻ. ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാൻ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബാച്ചസ് ചേരാം. വളരെ തുച്ഛമായ ഫീസ് നിങ്ങൾക്ക് എല്ലാം സിമ്പിളായിട്ട് ക്ലാസ്സും നിങ്ങളുടെ നേരത്തെ ഗിരീഷ് ഫിസിക്സിൻ്റെ ക്ലാസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം. സിമ്പിളായിട്ടുള്ള നോട്ട്സും എല്ലാം കിട്ടും. ചേരാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ചേരാം. എന്തായാലും വെയിറ്റേജ് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് കമൻസ് ആദ്യമായിട്ട് കാണുന്നതിനുവേണ്ടി കമൻസും ധൈര്യമായിട്ട് ഇട്ടേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കേട്ടാ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.